ഇന്ന് എങ്ങനെ ഐബ്രോസ് ചെയ്യുന്ന അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് തരാം. ഫസ്റ്റ് എങ്ങനെ ത്രെഡ് എങ്ങനെ പിടിക്കാൻ അറിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോ. നല്ല സ്മൂത്തായിട്ട് നല്ല ഈസി ആയിട്ട് എടുക്കണം. അങ്ങനെ തന്നെ ഐബ്രോസ് ചെയ്യുമ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഹാർഡ് സ്കിൻ എന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉണ്ടായി നമ്മൾ മെല്ലെ ചെയ്തിട്ട് തടിക്കൊണ്ട് ചെയ്യണം ഐബ്രോസ്. അപ്പോൾ ആ തടുമ്പോഴത്തേക്ക് ആ കസ്റ്റമർക്ക് ആ റിലീഫ് കിട്ടും. ആ പെയിൻ അങ്ങനെ മനസ്സിലായില്ല കസ്റ്റമറിലേക്ക്. ഇങ്ങനെ തന്നെ മെല്ലെ ഒരു ഫസ്റ്റ് വന്ന എക്സ്ട്രാസ് ഹെയർ ഫസ്റ്റ് എടുക്കണം. പിന്നെ നമ്മൾ ഷേപ്പിലേക്ക് ഏത് ഷേപ്പ് വേണ്ട അറിഞ്ഞിട്ട് കസ്റ്റമറിന് ആ ഷേപ്പ് നമ്മൾ കൊടുക്കാൻ നോക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഐബ്രോസ് ചെയ്തത് ഒരു സൈഡ് ഐബ്രോസ് ചെയ്തത് മെല്ലെ ചെയ്താൽ മതി. എങ്ങനെ ഷേപ്പ് വേണം കസ്റ്റമർക്ക് അങ്ങനെ തന്നെ നമ്മൾ ചെയ്താൽ നല്ല പാങ്ങുണ്ടാവും. പിന്നെ ലാസ്റ്റ് എല്ലാം ചെയ്ത് പിന്നെ ഒരു ടോണർ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒരു മസാജ് ചെയ്താൽ മതി. അപ്പോൾ കസ്റ്റമർക്ക് നല്ല റിലീഫ് കിട്ടും.